അല്ലാഹു പറയുന്നു, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ഒന്നും അറിയാത്തവരായിട്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചെവി തന്നു, നിങ്ങൾക്ക് ഞാൻ കണ്ണ് തന്നു, നിങ്ങൾക്ക് ഞാൻ ഹൃദയം തന്നു. ലഅല്ലക്കും തഷ്കുറൂൻ. അതൊക്കെ തന്നത് നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നും അറിയാതെ, ഒരു വിവരവുമില്ലാതെ, ലോകത്തെക്കുറിച്ച്, മനുഷ്യരെ കുറിച്ച്, സ്വന്തം സൃഷ്ടിപ്പിനെ കുറിച്ച് പോലും ഒരു വിവരം പോലും ഇല്ലാതെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും നമ്മൾ ഭൂമിയിലേക്ക് വരുന്നു. പിന്നെയുള്ള ഓരോ ദിവസങ്ങളും വളരെ പെട്ടെന്ന് നമ്മളോട് വിട പറയുന്നു. നമ്മളൊരു യുവാവാകുന്നു, നമ്മൾ വിവാഹം കഴിക്കുന്നു, ഒരു ഭർത്താവാകുന്നു, ഒരു പിതാവാകുന്നു, ഒരു ഉപ്പൂപ്പയാകുന്നു, നമ്മൾ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു. ആ മരണം മുതലാണ് പരീക്ഷണം തുടങ്ങുന്നത്. നമ്മുടെ പരീക്ഷണങ്ങൾ വിലയിരുത്തുന്നത്, റിസൾട്ട് വരുന്നത് എപ്പോഴാണ്? നീ വിജയിയാണോ, നീ തോറ്റുപോയിട്ടുണ്ടോ എന്ന് അല്ലാഹു പരീക്ഷിക്കുന്നത്. ഈ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور تبارك الذي بيده الملك. ആരുടെ കയ്യിലാണോ അധികാരമുള്ളത് അവൻ മഹോന്നതനാണ്. الذي خلق الموت, മരണത്തെ അല്ലാഹു സൃഷ്ടിച്ചത്, വൽ ഹയാത, ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചത്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നമ്മളിൽ ആരാണ് നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളിൽ ആരാണ് നന്മ കൂടുതൽ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കേണ്ടവരാണ്. وإنما توفون أجوركم يوم القيامة, മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നന്മകൾ അല്ലാഹു കണക്കാക്കി നോക്കുന്നുണ്ട്. وإنما توفون أجوركم يوم القيامة, ഖിയാമത്ത് നാളിലാണ് അല്ലാഹു നമ്മുടെ നന്മയും തിന്മയും കണക്കാക്കുന്നത്. فمن زحزح عن النار, ആരാണോ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖം ആസ്വദിക്കാൻ ആർക്കാണോ ഭാഗ്യം ലഭിക്കുന്നത്, ഫഖദ് ഫാസ്, അവര് വിജയിയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ച് അല്ലാഹു ഖിയാമത്ത് നാളിൽ നമ്മുടെ നന്മയും തിന്മയുമെല്ലാം കണക്കാക്കി നരകത്തിലേക്ക് വീഴാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവർ ആരാണ്? അവരാണ് വിജയി. വിജയിക്കുന്നവർ നരകത്തിൽ വീഴാതെ സ്വർഗത്തിലെത്തുന്നവരാണ്. സത്യവിശ്വാസികളായ ആളുകൾ അവര് നരകത്തിലേക്ക് വീഴുന്നവരുണ്ട്, നരകത്തിൽ വീഴാതെ സ്വർഗത്തിലെത്തുന്നവരുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചൂട് വന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ട്. അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ട്. ഇന്നീ ലഅലമു ആഖിറ അഹ്ലിൻ നാരി ദുഖൂലൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അവസാനമായി നരകത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരാളെ എനിക്കറിയാം. അയാൾ അല്ലാഹുവിനോട് വളരെ വേദനയോടെ അല്ലാഹുവിനെ സമീപിക്കുമ്പോഴാണ് അല്ലാഹു അയാളുടെ തിന്മകളും പാപങ്ങളും എടുത്തു പറയുന്നത്. അദ്ദേഹം വിചാരിച്ചു, ഞാൻ ഇനി തോറ്റുപോയി, ഇനി എന്നെ വീണ്ടും നരകത്തിലേക്ക് ഇടുമോ എന്നൊരു പേടി. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നീ പേടിക്കേണ്ടതില്ല, നിന്റെ എല്ലാ വൻദോഷങ്ങളും ഞാൻ പുറത്തു തന്നിരിക്കുകയാണ്. വൻദോഷങ്ങളുടെ പേരിലാണ് അല്ലാഹു ഇതുവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞത്, വൻദോഷത്തിന്റെ പേരിലാണ്. പിന്നെ ഒരുപാട് ചെറുദോഷങ്ങളുണ്ട്. ആ ചെറുദോഷങ്ങളെ അല്ലാഹു തആല നന്മയാക്കി മാറ്റിമറിക്കുമെന്നാണ്, നന്മകളാക്കി മാറ്റിമറിക്കുമെന്നാണ്. നീ എങ്ങനെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് അല്ലാഹു ചോദിക്കും.
അപ്പോ അദ്ദേഹം പറയും, എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയില്ല എന്ന രീതിയിൽ പറയും. അല്ലാഹു പറയും, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ചിലം ആളുകളുടെ തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കാറുണ്ട്. തിന്മകളെ നന്മയാക്കി മാറ്റിമറിക്കും. അപ്പോൾ അവർ പറയും, അല്ലാഹുവേ, ഇനിയും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ തെറ്റുകൾ, അതൊന്നും എനിക്കിവിടെ ഓർമ്മ വരുന്നില്ലല്ലോ. ഇത് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു പോയിട്ടുണ്ട് എന്നാണ്. അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം ഭൂമിയുടെ 10 ഇരട്ടിയാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയുടെ 10 ഇരട്ടി. അയാൾ സ്വർഗത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ, നബി, അല്ലാഹുവേ, സ്വർഗത്തിൽ സ്ഥലമില്ല, ഇന്നഹ മൽആ, അത് നിറഞ്ഞിരിക്കുകയാണ്, അവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അല്ല, നീ ഒന്നും കൂടി പോയി നോക്ക് എന്ന് പറഞ്ഞു. ഒന്നും കൂടി പോയി നോക്കി. അപ്പോഴും നബി, അല്ലാഹുവേ, വജത്തുഹാ മൽആ, അത് നിറഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നിനക്ക് ഞാൻ നൽകാൻ പോകുന്നത് ദുനിയാവിന്റെ ഭൂമിയുടെ 10 ഇരട്ടിയാണ്, നീ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം അങ്ങനെയാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ വിജയികളായി സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അവസരം ലഭിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകും അവിടെ? അവസാനം പോകുന്ന ആളുകൾക്ക് 10 ഇരട്ടിയാണെങ്കിൽ ആദ്യം പോകുന്നവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? അതുകൊണ്ട് ഈ ദുനിയാവ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ്, ഖബർ മുതലാണ് എന്റെ ജീവിതം തുടങ്ങുന്നത് എന്ന ബോധത്തോടുകൂടെ, മരണത്തോടുകൂടിയാണ് അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് മരണശേഷമുള്ള ജീവിതത്തിലേക്ക് ഒരുങ്ങുന്നവനാണ്. മരണശേഷമാണ് എന്റെ ജീവിതം തുടങ്ങുന്നത് എന്ന ചിന്തയോടുകൂടി ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. ആ ഒരു ബുദ്ധിമാന്മാരിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി പാരത്രിക ലോകത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ, ഖബറിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല മനുഷ്യന് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും. 3 രീതിയിലാണ് ആളുകൾ പരീക്ഷണങ്ങളെ നേരിടുന്നത്. എന്തൊക്കെയാണ് പരീക്ഷണങ്ങളെന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അല്ലാഹു മനുഷ്യന് നൽകുന്നത് എന്ന്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, വലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു പദപ്രയോഗം അവിടെ ഉപയോഗിക്കുന്നത്. വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കും എന്നല്ല പറയുന്നത്. നിങ്ങളെ അടിക്കും എന്ന് പറയുന്നതും തീർച്ചയായും നിന്നെ ഞാൻ അടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. കളിക്കണ്ട, ഞാൻ നിന്നെ അടിക്കും. കളിച്ചാൽ തീർച്ചയായും ഞാൻ നിന്നെ അടിക്കുക തന്നെ ചെയ്യും. വ്യത്യാസമുണ്ട്. ഹോംവർക്ക് നാളെ ചെയ്തു വരണം എന്ന് കുട്ടികളോട് പറയും. ചെയ്തില്ലെങ്കിൽ ഞാൻ പുറത്താക്കൂട്ടോ, ക്ലാസ്സിൽ നിന്ന് ഞാൻ പുറത്താക്കും. വേറൊരു ടീച്ചർ പറഞ്ഞു, എങ്ങാനും നാളെ വരുമ്പോ ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ തീർച്ചയായും ഞാൻ നിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും, ഞാൻ കേറ്റുകയില്ല. 2 വിഷയങ്ങളും 2 സ്റ്റൈലാണ്. ആദ്യത്തേതിൽ ഗൗരവം കുറവാണ്. അപ്പൊ കുട്ടികളത് വലിയ മുഖവിൽ കെടുക്കൂല.
രണ്ടാമത്തേത് കുറച്ച് ഘോരമുണ്ട്. അപ്പോൾ കുട്ടികൾ ഈ ടീച്ചർ പുറത്താക്കാൻ സാധ്യതയുണ്ട്, ഒരുങ്ങിയിട്ട് വരാം. അതേ ഒരു പദപ്രയോഗമാണ്. തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ, പരീക്ഷണങ്ങളില്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാവും. പിന്നെ വെറുതെ അനാവശ്യമായിട്ട് ടെൻഷനും ദുഃഖവും വിഷമങ്ങളും ഉണ്ടായിട്ടൊരു കാര്യം ഉണ്ടാവില്ല. എങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കുന്നത്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഒരു തരം പേടി, ഒരു തരം ഭയമുണ്ടാകും നമ്മൾക്ക്. ഭയം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഭയം തൊപ്പിവെച്ച് നടക്കാൻ പേടിയാണ്, ഹിജാബ് ധരിച്ച് നടക്കാൻ പേടിയാണ്, താടി വെക്കാൻ പേടിയാണ്. ഇന്റർവ്യൂകളിലേക്ക് പോകുമ്പോ താടി വെച്ചാൽ ജോലി കിട്ടുമോ, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ്. മുസ്ലിം നാമധാരിയാണെങ്കിൽ എയർപോർട്ടുകളിൽ പ്രത്യേകമായ പരിശോധനകൾ ഉണ്ടാകുമോ എന്ന പേടിയാണ്. ഈ രീതിയിൽ ഭയം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അം ഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ, മഹാന്മാരായ സഹാബാക്കൾ, മഹാന്മാരായ പ്രവാചകന്മാർ, അവർ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ, അവരനുഭവിച്ചതുപോലെയുള്ള പീഡനങ്ങൾ നേരിടാതെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ല, അവർ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കണക്കില്ല. വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ്, അവരുടെ കാലുകൾ വിറച്ചു പോയിട്ടുണ്ട്, അവരുടെ കൂടെയുള്ള പ്രവാചകന്മാരുടെ കാലുകളും വിറച്ചു പോയിട്ടുണ്ട് എന്നാണ്. അവരും വിറച്ചിട്ടുണ്ട്, അവരുടെ കൂടെയുള്ള പ്രവാചകന്മാരുടെ കാലുകളും വിറച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ് മതാ നസ്റുല്ലാഹ്, അല്ലാഹുവേ എന്നാണ് നിന്റെ സഹായം നീ ഞങ്ങൾക്ക് നൽകുന്നത്, എന്നാണ് റബ്ബേ നീ ഞങ്ങളെ സഹായിക്കുന്നത്. എത്ര കാലമായി ഈ പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട്, ഇനി ഇതിനൊരു വിരാമമുണ്ടോ, ഇതിനൊരു അവസാനമുണ്ടോ? ഈ ഒരു പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒരു അവസാനമുണ്ടോ എന്ന് മഹാന്മാരായ പ്രവാചകന്മാരും അവരുടെ സമുദായവും അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇവരനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ, ഇവരനുഭവിച്ചതുപോലെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കാതെ വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഒരു തരം പേടിയുണ്ടാകുമെന്നാണ്. ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഇസ്ലാം തുടങ്ങിയത് തന്നെ വിചിത്രമായിട്ടാണ്, ഇസ്ലാം അവസാനിക്കുന്നതും വളരെ വിചിത്രമായിട്ടാണ്. ഇസ്ലാം തുടങ്ങുന്ന സമയത്ത് മുസ്ലിമീങ്ങൾക്ക് പരസ്യമായി നിസ്കരിക്കാൻ പേടിയായിരുന്നു, പരസ്യമായൊരു മുസ്ലിം എന്ന് പറയാൻ പേടിയായിരുന്നു. പലരും അവരവരുടെ ഇസ്ലാമിനെ പലരും മറച്ചു വെച്ചിരുന്നു. ഇസ്ലാം എന്ന് പരസ്യമാക്കിയാൽ അതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അതിന്റെ പേരിൽ ക്രൂരമായ പരീക്ഷണങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുസ്ലിമായതിന്റെ പേരിലാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നഗ്നനായി വലിച്ചു കൊണ്ടുപോയത്. മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ മൂത്ര ലൈംഗിക അവയവങ്ങളിലേക്ക് ഇരുമ്പുകൾ കുത്തിക്കയറ്റിയത്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ തങ്ങളെ നിരന്തരമായി അടിച്ചത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിലേക്ക്, തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയത്. ഇതെല്ലാം മുസ്ലിമായതിന്റെ പേരിലാണ്. എന്നാൽ അതുപോലെ പള്ളിയിൽ ഇറങ്ങിക്കിടക്കുന്ന ഉസ്താദുമാരുടെ തലവെട്ടാൻ, അതുപോലെ മദ്രസയുടെ മുഅല്ലിമീങ്ങളെ വളരെ നിഷ്ഠൂരമായി
ക്രൂരമായി പീഡിപ്പിക്കാനും ആക്രമിക്കാനും ആളുകൾ ഇവിടെ ശ്രമിക്കും, പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയ വലിയ തീക്ഷ്ണമായ തീച്ചൂളകളിലൂടെ ജീവിച്ചവരാണ് നമ്മുടെ മുൻഗാമികളെന്ന്. ഇതിനേക്കാളും വലിയ പ്രയാസങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു തരം പേടി അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. കച്ചവടം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, കച്ചവടം ഇനി ഉണ്ടാവൂലേ എന്നുള്ള പേടി, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്നുള്ള പേടി, ജോലി കിട്ടുമോ എന്നുള്ള പേടി, വീട്ടിൽ നിന്നിറങ്ങിയ മക്കൾ തിരിച്ചു വരുമോ എന്നുള്ള പേടി. ഇങ്ങനെ പേടി കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ്. പിന്നെയോ പട്ടിണി കൊണ്ടും അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു നേരത്തെ വയറ് നിറക്കാൻ പോലും ഗതിയില്ലാതെ പട്ടിണി കിടന്നുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് പറഞ്ഞു. ചില ആളുകൾ അങ്ങനെയാണ്. വിശപ്പകറ്റാൻ സാമ്പത്തികമായി ഒരാശ്രയമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ നാടുകളിലൊന്നും പട്ടിണി കിടക്കുന്ന ആളുകൾ ഇല്ല എന്ന്. ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകൾ ഇല്ല എന്ന് വിചാരിക്കേണ്ട. സോമാലിയയിൽ നിന്ന് പട്ടിണി പാവങ്ങളായ ആളുകൾ മൂത്രമൊഴിക്കുന്ന പശുവിന്റെ ലൈംഗിക അവയവങ്ങളിൽ തന്റെ വായ വെച്ചുകൊണ്ട് ദാഹമകറ്റുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ദാഹമകറ്റുന്നത് മൂത്രമൊഴിക്കുന്ന പശുവിന്റെ മൂത്രം കുടിച്ചിട്ടാണ്. വിശപ്പകറ്റുന്നത് കാട്ടിക്കുന്ന പശുവിന്റെ ചാണകം തിന്നിട്ടാണ് വിശപ്പകറ്റുന്നത്. ഈ ഒരു രീതിയിൽ എത്രയോ പട്ടിണി പാവങ്ങളായ രാജ്യങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് വളരെ വിദൂരത്താണ് എന്ന്. എന്നാൽ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ നാടുകളിലൊക്കെ ഒരു നേരത്തെ വിശപ്പകറ്റാൻ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇറാഖിലൊക്കെ എത്രയോ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം ശരീരം കാഴ്ചവെക്കേണ്ട ഗതികേട് പോലുമുണ്ട്. അത്തരം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ വിഷയങ്ങളെ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പട്ടിണി കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. വനഖ്സിം മിനൽ അംവാൽ. അല്ലാഹു തആല സാമ്പത്തികമായ മാന്യം കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. എവിടെ കച്ചവടം തുടങ്ങിയാലും നഷ്ടത്തിലാണ്. ജോലിക്ക് പോയാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ അവിടെ വിജയമില്ല. പിരിച്ചുവിടുകയാണ്, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. എവിടെ പോയാലും ജോലിയില്ല, എവിടെ പോയാലും ബിസിനസ്സിൽ വരുമാനമില്ല, എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നഷ്ടങ്ങളാണ്. വനഖ്സിം മിനൽ അംവാൽ. ഗൾഫ് രാജ്യങ്ങളുടെ മാന്യം വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട് നമ്മെ. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ലല്ലോ മാന്യമുള്ളത്. നമ്മുടെ ടൗണുകളിൽ, നമ്മുടെ ടെക്സ്റ്റൈലുകളിൽ, നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ, നമ്മുടെ ചെറിയ കടകളിൽ വരെ ഇന്ന് സാമ്പത്തികമായ മാന്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്നിരുന്നാൽ 1000 രൂപ പോലും സമ്പാദിക്കാൻ കഴിയാത്ത എത്രയോ എത്രയോ വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വനഖ്സിം മിനൽ അംവാൽ. അല്ലാഹു നമ്മൾക്ക് നൽകുന്ന പരീക്ഷണമാണത്. സാമ്പത്തികമായ എക്കണോമിക്കൽ ക്രൈസിസ് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസ്. സ്വന്തം ശരീരത്തിലും അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. ശരീരത്തിലുള്ള പരീക്ഷണമാണ് മാറാരോഗങ്ങൾ അല്ലാഹു നൽകുന്നത്. മാറാരോഗങ്ങൾ അല്ലാഹു നൽകുന്നത്, ഷുഗർ അല്ലാഹു നൽകുന്നത്, ക്യാൻസർ നൽകുന്നത്, പ്രഷർ നൽകുന്നത്, കൊളസ്ട്രോൾ നൽകുന്നത്, യൂറിക് ആസിഡ് നൽകുന്നത്, കിഡ്നി ഫെയിലാകുന്നത്, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ കൈകാലുകൾ പാരലൈസ് ആയി തളർന്നു പോകുന്നത്, ഇങ്ങനെ നടുവേദന, മുട്ടുവേദന, തലവേദന, നിരന്തരമായ ഓരോ അസുഖങ്ങൾ അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ അല്ലാഹു വളരെ നേരത്തെ പറഞ്ഞതാണ്. ജനിച്ചത് മുതൽ മരണം വരെ ഒരു രോഗവുമില്ലാതെ ഒരാൾക്കും ഇവിടെ ജീവിച്ചു പോവാൻ കഴിയില്ല. ജനിച്ചത് മുതൽ മരണം വരെ ടെൻഷൻ ഇല്ലാതെ ഒരാൾക്കും ഇവിടെ ജീവിച്ചു പോവാൻ കഴിയില്ല.
കൃഷിയിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. കൃഷിയിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകും. അതാണ് നമ്മൾ കണ്ടത്. റബ്ബറിന്റെ വില കൂടിയ സമയങ്ങളിൽ എത്രയോ ആളുകളാണ് തോട്ടങ്ങൾ വിറ്റത്. അടക്കയുടെ കവുങ്ങുകളുള്ള തോട്ടങ്ങളെല്ലാം വിറ്റ് റബ്ബർ വെക്കാൻ ആളുകൾ തയ്യാറായത്. എന്നാൽ റബ്ബർ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് അത് പാലുൽപാദിക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും റബ്ബറിന്റെ വില വല്ലാതെ കുറഞ്ഞു വരികയാണ്. അതിന്റെ വരുമാനം കുറഞ്ഞു. എന്നിട്ട് ജോലിക്കാർക്ക് സാലറി കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ റബ്ബർ വ്യവസായം തകരുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോഴേക്കും അടക്കയുടെ വില കൂടി. ഇങ്ങനെ ഓരോ രീതിയിൽ അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. കുരുമുളകിന് 600-700 വിലയുള്ള സമയങ്ങളിൽ എത്രയോ ആളുകൾ കുരുമുളക് ബിസിനസ്സിലേക്ക് കാലിട്ടിറങ്ങി. എന്നാൽ ടൺ കണക്കിന് കുരുമുളകൾ അവർ ശേഖരിച്ചപ്പോഴേക്കും അതിന്റെ വില 300-ലേക്ക് 250-ലേക്ക് 300-ലേക്ക് അത് മാറുകയാണ് ചെയ്തത്. ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണമാണ്. 600-ന് വാങ്ങിച്ചവർ അവസാനം 300-ന് വിൽക്കേണ്ടി വരിക. എത്ര നഷ്ടമാണ് ഇത്തരം ആളുകൾക്കുണ്ടാകുന്നത്. ഇതെല്ലാം അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ്. അല്ലാഹു ഇതുപോലെ പരീക്ഷണങ്ങൾ നൽകുമെന്നാണ്. ഈ പരീക്ഷണങ്ങളെ ഏത് രീതിയിലാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ നേരിടേണ്ടത്, അതും അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹാന്മാരായ പ്രഗത്ഭരായ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എല്ലാവർക്കും ഉണ്ടാകും. അത് ഒരു വ്യക്തിക്കൊന്നല്ല, എല്ലാവർക്കും ഉണ്ടാകും പരീക്ഷണം. പരീക്ഷണങ്ങളില്ലാത്ത ഒരാൾ ലോകത്തുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ സുഖിക്കുന്നതും ചിരിക്കുന്നതും വലിയ വലിയ വീട് കെട്ടുന്നതും വണ്ടി വാങ്ങുന്നതും അതൊക്കെ നിങ്ങൾ കാണും. പക്ഷെ അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എത്രത്തോളം പ്രയാസങ്ങളുണ്ട്, അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനെ തത്തുല്യമായി നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലുള്ളവരും പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ 3 രീതിയിലാണ് ആ പരീക്ഷണങ്ങളെ നേരിടുന്നത്. 3 രീതിയിലാണ്. ചില ആളുകൾ അൽ-അവ്വലു മഹ്റൂമുൻ മിനൽ ഖൈർ, അവർ അല്ലാഹുവിന്റെ കോപം ലഭിക്കുന്നവരാണ്. അഥവാ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, സാമ്പത്തികമായ മാന്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ബിസിനസ്സിൽ തകർന്നു പോകുന്ന സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് ആ പരീക്ഷണങ്ങളെ നമ്മൾ നേരിടേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് 3 രീതിയിലാണ് ആളുകൾ അതിനെ നേരിടുന്നത്. ഒന്ന് മഹ്റൂമുൻ മിനൽ ഖൈർ, അവർക്ക് അല്ലാഹു തആല പരീക്ഷണത്തോടുകൂടെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശിക്ഷ നൽകുമെന്നാണ്. യുഖാബിലുൽ ബലാഅ, അവർ ഈ പരീക്ഷണത്തെ നേരിടുന്നത് ദേഷ്യപ്പെട്ടുകൊണ്ടാണ്. വസൂഇൽ ളന്നി ബില്ലാഹ് വത്തിഹാമിൽ ഖദരി, അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ പരാതി പറയുക, അല്ലാഹുവിനെ കുറിച്ച് പരാതി പറയുക, കണ്ടവരോടൊക്കെ ആവലാദികൾ പറയുക, വേവലാദികൾ പറയുക. പരാതികൾ പറയുന്നത് ഈ രീതിയിൽ ഒരു രോഗം വന്നാൽ അത് ക്ഷമിക്കുന്നതിന് പകരം എന്തേ അല്ലാഹു എനിക്ക് മാത്രം ഇങ്ങനെ അസുഖം തന്നത്, എന്തേ എന്നെ മാത്രം അല്ലാഹു പരീക്ഷിക്കുന്നത്, സാമ്പത്തികമായ മാന്യമുണ്ടായാൽ എന്തേ അല്ലാഹു എനിക്ക് മാത്രം ഇത്രത്തോളം പ്രയാസങ്ങൾ തരുന്നത്, ഞാൻ കൃത്യമായി നിസ്കരിക്കുന്നവനാണ്, ഞാൻ കൃത്യമായി പള്ളിയിൽ പോവാറുണ്ട്, ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട്, ദിക്ർ ചൊല്ലാറുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയാ. അപ്പുറത്തുള്ളവരെ കാണുന്നില്ലേ, പള്ളിയിൽ അവർ പോവാറില്ല, ഇന്ന് വരെ ഒരു ഹദ്ദാദിന്റെ സദസ്സിൽ അവർ ഇരുന്നിട്ടില്ല, ഇന്ന് വരെ ഖുർആൻ ഓതുന്നത് കണ്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹു തആല അവർക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണല്ലോ. എന്തേ അല്ലാഹു എന്നെ മാത്രം ഇങ്ങനെയാക്കുന്നത്? എന്നിട്ട് വീട്ടിലേക്ക് വരുന്ന ആളുകളോട് തന്റെ അസുഖങ്ങളുടെ കഥകളെല്ലാം എടുത്തു പറയുക. എങ്ങനെയാണ്, സുഖമാണോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്ത് സുഖം? തലവേദന, മുട്ടുവേദന, നടുവേദന, ഷുഗർ, പ്രഷർ, ഒന്ന് നീറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ല, രാത്രി കിടന്നാൽ ഉറക്കം വരുന്നില്ല, ഇനി രാവിലെ ഉറങ്ങിയാൽ രാവിലെയും ഉറക്കം വരുന്നില്ല, ഭക്ഷണമാണെങ്കിൽ കഴിക്കാൻ തീരെ വേണ്ട. ഈ രീതിയിലെല്ലാം ആളുകളോട് സ്വന്തം വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുടെ കഥകളെല്ലാം തുറന്നു പറയുന്ന ആളുകൾ
അഥവാ അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണം എന്റെ റബ്ബ് തന്നതാണ് എന്ന ചിന്തയോടുകൂടി ക്ഷമിക്കേണ്ടതിന് പകരം കണ്ടവരോടൊക്കെ വേവലാതിയും പരാതിയും പറയുന്ന വിഭാഗം ആളുകൾ, അത്തരം ആളുകൾക്ക് അല്ലാഹു തആല ദുനിയാവിലും ശിക്ഷ നൽകുമെന്നാണ്, ആഖിറത്തിലും അല്ലാഹു ശിക്ഷ നൽകുമെന്നാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ.